ഹൈ ഗസ്. സോ അറേസ് നമ്മൾ ക്ലോസ് ആയിട്ട് പഠിച്ചില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അറേസ്. സോ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അറേസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും ഒബ്ജക്ട്സ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. ജാവാസ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒബ്ജക്ട്സ് ആണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അറേസും ഒരു കാര്യത്തിൽ ഒബ്ജക്റ്റ് തന്നെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് ഒബ്ജക്ട്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ മോസ്റ്റ് പവർഫുൾ ആൻഡ് മോസ്റ്റ് യൂസ്ഡ് ഡാറ്റ സ്ട്രക്ചർ ആണ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജാവാസ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒബ്ജക്ട്സ് എന്തൊക്കെ യൂസ് വെച്ചാൽ ഡാറ്റ ഗ്രൂപ്പ് ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ ഗ്രൂപ്പിംഗ് ഫങ്ഷനാലിറ്റി, അതായത് ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് ടുഗദറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒബ്ജക്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കറൻ്റ്ലി നമ്മൾ ഇതുവരെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ കോഴ്സിൽ. ബട്ട് ഇനി അങ്ങോട്ട് നമുക്ക് പതുക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങാം. അനദർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോമിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിരുന്നല്ലോ അല്ലേ. സോ നമ്മൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ചില മെത്തേഡ്സൊക്കെ നമ്മൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, ക്വറി സെലക്ടർ മെത്തേഡ്, ഇതെല്ലാം ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്ട്സ് ആണ്, ബ്രൗസർ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, പക്ഷേ സം ടൈംസ് ബേസിക്കലി നമ്മൾ വെച്ചാൽ നമ്മളും ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അന്ന് പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്, കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. സോ ഇതൊക്കെ നമ്മൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സംടൈംസ് ബ്രൗസർ ക്രിയേറ്റ്സ് ഒബ്ജക്ട്സ്. ചില സമയങ്ങളിൽ ബ്രൗസർ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യും, നമ്മളത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. സോ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ലിറ്ററലി റൺ എവറിത്തിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാത്തിനും ബേസിക്കലി ഒബ്ജക്ട്സ് ആണ് റൺ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, സോ ഡെഫിനിഷൻ പാർട്ട് ബേസിക്കലി നമുക്ക് കിടക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് കോർ ഡാറ്റ സ്ട്രക്ചർ ആണ് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, and objects helps us represent the real world entities. So real world entities എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ബട്ടൺ, മൂവി, യൂസർ, പ്രൊഡക്റ്റ്, കാർ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം കേട്ടോ. സോ ഇവിടെയെല്ലാം ഈവൻ ദോ വെബ്സൈറ്റ് ഡിജിറ്റലാണെങ്കിലും ബട്ടൺ എന്ന കൺസെപ്റ്റ് നമുക്ക് റിയൽ വേൾഡ് തിങ്ങിൽ പോലെയാണ്. മൂവി എന്ന കൺസെപ്റ്റ് ലേറ്റർ ക്ലിയർ ആവും ആക്ച്വലി നമുക്ക്. സോ ബേസിക്കലി മൂവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കളക്ഷൻ ഓഫ് ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ കോഡിൽ മൂവി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ മൂവിക്ക് മാച്ചായ പ്രോപ്പർട്ടീസും നമ്മൾ കൊടുക്കും അല്ലേ, ലൈക്ക് ടൈറ്റിൽ, ഇമേജ്, റേറ്റിംഗ്, അതൊക്കെ. സോ കോഡ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ പ്രോഗ്രാം അറിയാത്ത ആൾക്കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൂവിയുടെ കറസ്പോണ്ടിങ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡാറ്റയാണ്, ഒബ്ജക്റ്റാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബ്യൂട്ടി ഒബ്ജക്റ്റിൻ്റെ. ഒബ്ജക്റ്റ് അലൗസ് us ടു അപ്ലൈ റിയൽ വേൾഡ് തിങ്കിങ് ടു കോഡ് ബേസിക്കലി. ഓക്കെ, ഇനി ടെക്നിക്കൽ ഡെഫിനേഷൻ ബേസിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒബ്ജക്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. നമ്മൾ പറഞ്ഞു കീ വാല്യൂ പെയർ ആണ്, പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഉണ്ട് ഒബ്ജക്ട്സിൽ. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഇൻസൈഡ് വേരിയബിൾസ് ആണ്, മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഫങ്ഷൻസ് ആണ് ബേസിക്കലി. സോ ആക്ച്വലി മെത്തേഡ് ഈസ് ഓൾസോ ഞാൻ പറഞ്ഞു കീ വാല്യൂ പെയർ തന്നെയാണ്, ബട്ട് ആ വാല്യൂ വരുന്നത് അതിൻ്റെ ഫങ്ഷൻ ആയിരിക്കും മാത്രം. ഓക്കെ, സോ പ്രോപ്പർട്ടി സ്റ്റോർസ് ഡാറ്റ. ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടീസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ്. ഓക്കെ, മെത്തേഡ്സ് ബേസിക്കലി എന്താ വെച്ചാൽ അത് ആക്ഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിന് എന്താണ് ചെയ്യാൻ പറ്റുക, ലൈക്ക് എന്ത് ആക്ഷനാണ് വേണ്ട കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിന്, അതൊക്കെയാണ് അതിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇതുവരെ മെത്തേഡ്സ് നമ്മൾ ഹെവി ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല, ബട്ട് ഇനി അങ്ങോട്ട് നമ്മൾ പതുക്കെ ഒബ്ജക്ട്സ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് ബേസിക്കലി എന്താണ് അലൗ ചെയ്യുന്നത് നമ്മൾ. ഒബ്ജക്ട്സ് ബേസിക്കലി ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ചെയ്യുന്നത്, റിലേറ്റഡ് ഡാറ്റ ടുഗദറായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, റിലേറ്റഡ് ഫങ്ഷനാലിറ്റി ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോഡ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ലോജിക്കൽ പീസസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, നമ്മുടെ സ്ക്രിപ്റ്റ് ഫയലിൽ കുറേ വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഭയങ്കര മെസ്സി ആയിരിക്കുമല്ലോ ഓരോ ഡാറ്റയ്ക്കും, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റിക്കും നമ്മൾ കറസ്പോണ്ടിങ്ങിലി എന്താ പറയുക ഓരോ വേരിയബിൾ വെച്ച് കൊടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നമുക്ക് എന്താ വെച്ചാൽ ഒബ്ജക്ട്സ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവി എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ട്, അത് ഹാൻഡിൽ ചെയ്യും മൂവി ഡാറ്റ ആയിരിക്കും. മൂവി ഡാറ്റയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈറ്റിൽ, കാസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് വരും, ഈ പ്രൊഡക്ഷൻ, ഡയറക്ഷൻ, എല്ലാ ഡീറ്റെയിൽസും വരുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വേരിയബിൾ കൊടുക്കുമ്പോഴും ഭയങ്കര മെസ്സി ആവും. പക്ഷേ ഒബ്ജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഡോം നോഡ് ഒബ്ജക്റ്റ് ഹാൻഡിൽസ് ഡോം റിലേറ്റഡ് സ്റ്റഫ്. അങ്ങനെ ഡോം നോഡ് ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ അത് വെരി കോംപ്ലക്സ് ഒബ്ജക്റ്റ് ആണ്. അതിൽ കുറേ അധികം ബിൽറ്റ് ഇൻ മെത്തേഡ്സ് ഉണ്ട്, ലൈക്ക് ക്വറി, ചിൽഡ്രൻ, ആഡ് ക്ലാസസ് എക്സെട്ര. സോ ബിൽറ്റ് ഇൻ പ്രോപ്പർട്ടീസും ഉണ്ട് അതിൽ കേട്ടോ, സ്റ്റൈല്, വാല്യൂ, ഇന്നറ്റ് എക്സെട്ര ഉണ്ട്. സോ ഒബ്ജക്ട്സ് ടൈപ്സ് വേരി ഫ്രം സിമ്പിൾ ടു വെരി കോംപ്ലക്സ് സ്ട്രക്ചർ. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ 2 കാറ്റഗറീസ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ഉണ്ട്, പിന്നെ റെഫറൻസും ഉണ്ട്.
ഓക്കെ, പ്രിമിറ്റീവ് വാല്യൂസിൽ ബേസിക്കലി നമ്പർ, സ്ട്രിങ്, ബൂളിയൻ, നൾ, അൺഡിഫൈൻഡ് ആൻഡ് സിമ്പിൾ ഞാൻ ഇതുവരെ കവർ ചെയ്തിട്ടില്ല, അത് ഞാൻ ലേറ്റർ കവർ ചെയ്യുന്നതാണ്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒബ്ജക്ട്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എവറിത്തിങ് എൽസ് ഇസ് എ റെഫറൻസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റാണ്. ഏത് ഈ ഒബ്ജക്റ്റ് ലിറ്ററൽ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം, അറേ ഒബ്ജക്റ്റ് എന്ന് പറയാം, ഡോം നോട്ട്സ് ഒബ്ജക്ട്സ് അറിയാം, മെനി ബിൽറ്റ് ഇൻ തിങ്സ് എല്ലാം ഒബ്ജക്ട്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. സോ സിമ്പിൾ റൂൾ പറയുകയാണെങ്കിൽ നമ്പർ, സ്ട്രിങ്, ബൂളിയൻ, നൾ, അൺഡിഫൈൻഡ്, സിമ്പിൾ അല്ലാത്തതൊക്കെ എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് ഒരുവിധം ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അറേയും ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. അറേയിൽ ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഓട്ടോ അപ്ഡേറ്റ്സിൽ, പിന്നെ ഐട്രബിൾ ആണ് അറേ, but still under hood array is an object basically. Okay, so objects are like the base ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാൻ പറ്റും. ഭയങ്കര ബേസ് ആണ് ഒബ്ജക്ട്സ് ബേസിക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സോ ഒബ്ജക്ട്സ് നമ്മൾ പറഞ്ഞു എല്ലായിടത്തും യൂസ് ചെയ്യും ജാവാസ്ക്രിപ്റ്റിൽ. ഒബ്ജക്ട്സ് റെപ്രസെൻറ്റ് റിയൽ വേൾഡ് എൻറ്റിറ്റീസിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒബ്ജക്ട്സിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസും മെത്തേഡ്സ് ഉണ്ട്, പിന്നെ പ്രിമിറ്റീവ് റെഫറൻസ് വാല്യൂസ് നമ്മളിപ്പോൾ കവർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ഡെമോ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, സോ നമുക്കെന്ന് വെച്ചാൽ നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ ഒരു മൂവി ആപ്പാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഫേവറേറ്റ് മൂവീസ് ആഡ് ചെയ്യാം, അതിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യാം, പിന്നെ നമുക്ക് ലിസ്റ്റ് കാണിക്കാം, ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ യൂസ് ചെയ്യാം. സോ അതൊക്കെ നമുക്ക് ചെയ്യണം. പക്ഷേ ഇത് ഡയറക്റ്റ്ലി കിടക്കുന്ന മുമ്പ് കുറച്ച് തിയറി കൂടി കവർ ചെയ്യണം നമുക്ക്, അതിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് മൂവിക്ക് ഞാൻ ഡെമ്മി ആയിട്ടൊരു റെപ്പോസിറ്ററിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെമ്മി പ്രൊജക്റ്റാണ്. സോ github.com mendy-js_obj1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റ് അറിയുന്നവർക്ക് ക്ലോൺ ചെയ്തെടുക്കാം, അറിയാത്തവർക്ക് ഇവിടെ ഡൗൺലോഡ് സിപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കറസ്പോണ്ടിങ്ങിൽ എന്താ പറയുക, ഇതാണ് നമ്മുടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, ആഡ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റായിട്ട് കാണിക്കും. എന്നിട്ട് നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് വേണമെങ്കിൽ ഫിൽട്ടറൊക്കെ ചെയ്ത് എടുക്കാവുന്നതാണ്. സോ എല്ലാം ഞാനിപ്പോൾ 1 by 1 ചെയ്യുന്നില്ല, ലൈക്ക് ഒറ്റയടിക്ക് ചെയ്യുന്നില്ല. പകരം നമ്മൾ തിയറി ക്ലാസ് കുറച്ചുകൂടിയും എടുത്തിട്ട് ലൈക്ക് ലേറ്റർ ഓൺ ആണ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. കാരണം ഒബ്ജക്ട്സ് ഒന്ന് റീക്യാപ്പ് ചെയ്യണം, എന്താണ് ഒബ്ജക്ട്സ് എന്നുള്ളതൊക്കെ റീക്യാപ്പ് ചെയ്ത ശേഷം മാത്രം ഇതിലേക്ക് വരാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.